ഹലോ ഓൾ. അപ്പോൾ ഇത് എൻ്റെ ഇഹാൻ്റെ സെക്കൻഡ് ബർത്ത്ഡേക്ക് ഞങ്ങൾ റൂമിൽ തന്നെ സെറ്റ് ചെയ്ത ഒരു ചെറിയൊരു സർപ്രൈസ് ഡെക്കറേഷനാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ ആണ്. സിമ്പിളായിട്ട് തന്നെ ഞങ്ങൾ ചെയ്തെടുത്തൊരു ഡെക്കറേഷൻ ആണ് കേട്ടോ. റൂമിൽ തന്നെ അധികം പൈസയൊന്നും ചിലവാക്കാതെ സിമ്പിളായിട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെയൊക്കെയാണ് ചെയ്തതെന്നുള്ളൊരു വീഡിയോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് കേട്ടോ അത്. ഇത് എൻ്റെ ചേച്ചി, അവർ തിരുവനന്തപുരത്താണ്. അപ്പോൾ അവിടെ നിന്ന് ഇഹാന് വേണ്ടിയിട്ട് ഓൺലൈനിൽ ഓർഡർ ചെയ്തതാണ് ഒരു ഷൂവ്, ലൈറ്റൊക്കെ കത്തുന്നൊരു ഷൂവ്. അത് അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് അപ്പോൾ അത് നമ്മൾ ഗിഫ്റ്റ് പോലെ ആക്കിയിട്ട് പാക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പോൾ അതും എടുത്തു വെച്ച് പിന്നെ ഞങ്ങൾ അവന് വേണ്ടി വാങ്ങിയ ഒരു ഗണ്ണും കുറച്ച് ആനിമൽസുമാണ്. ഇഹാനെ ഉറക്കി കിടത്തിയതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ പാക്കിങ്ങും ഡെക്കറേഷൻ്റെ ഒക്കെ പണി തുടങ്ങിയത്. അപ്പോൾ ആദ്യം നമ്മൾ തോക്കൊന്ന് സെറ്റ് ചെയ്ത് ഒന്ന് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അത് പാക്ക് ചെയ്ത് റെഡി ആയതിനു ശേഷം ഈ ആനിമൽസിനെ സെറ്റ് ചെയ്ത് നമ്മളൊന്ന് പാക്ക് ചെയ്ത് വെച്ച് പിന്നെ ഷൂവും പാക്ക് ചെയ്ത് വെച്ച് പിന്നെ ഞാനിതാ ഇതുപോലെ നമ്മളുടെ ഇവിടെ ഡ്രസ്സിങ് ടേബിളിൻ്റെ മേലെയാണ് കേട്ടോ ഈ ഡെക്കറേഷൻ ചെയ്യുന്നത്. അതിൻ്റെ മേലെ ഞാനൊരു ക്ലോത്ത് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അത് വെച്ചിട്ട് അതിൻ്റെ മേലെ ഗിഫ്റ്റൊക്കെ അങ്ങനെ വെച്ച് റെഡിയാക്കി വെച്ചതാണ്. അങ്ങനെ ഒരു സ്ഥലമുള്ളപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ തന്നെ വെച്ചാൽ മതി, എന്നാൽ പിന്നെ ഒരു ഏരിയ ആയാലും ഒരു സൈഡിൽ തന്നെ ആയാലും. പിന്നെ അതാ കുറച്ച് ബലൂൺസ്, ഇതൊക്കെ കഴിഞ്ഞ വർഷം ഇവൻ്റെ ഒന്നാം പിറന്നാളിന് വേണ്ടിയിട്ട് വാങ്ങിയ ബലൂണായിരുന്നു കേട്ടോ, ഈ ഗ്രീനും വൈറ്റും ഒക്കെ. പിന്നെ ഈ റെഡ് ബലൂൺ ഞാൻ പിന്നെ വാങ്ങിയതാണ്, ഒരു 5 രൂപ കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഈ സ്റ്റാൻഡും എല്ലാം കഴിഞ്ഞ വർഷത്തെയാണ്. പിന്നെ ഈ ലൈറ്റും ഞാൻ ഇതിൻ്റെ മുന്നേ വാങ്ങിയതായിരുന്നു. ഈ റേസിനായിട്ടാണെങ്കിൽ അതും ഞാൻ മീഷോയിൽ സാധനം വാങ്ങിയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ് കേട്ടോ. അവൻ്റെ ഒന്നാം പിറന്നാളിലേക്ക് ചെയ്തപ്പോൾ തന്നെ ഒരുപാട് രാത്രിയായി. അപ്പോൾ പിന്നെ ഇങ്ങനെ ആക്കി വെച്ച് നമ്മൾ കിടക്കാൻ പോയി. പിന്നെ ബാക്കി രാവിലെ നോക്കാമെന്ന് വിചാരിച്ച് നമ്മൾ ബലൂണൊക്കെ എടുത്ത് പുറത്തും വെച്ച്. രാവിലെ ആൾ എണീറ്റ് വരുമ്പോൾ ഒരുപാട് ബലൂണും ഈ ഡെക്കറേഷനൊക്കെ കണ്ട് എണീക്കട്ടെ എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ ആൾ ബലൂണൊക്കെ കൊണ്ടുവരുന്നതിൻ്റെ മുന്നേ തന്നെ എണീറ്റ് വന്ന് അമ്മ ഇതെന്താണെന്ന് ചോദിച്ചു. പിന്നെ എന്ത് ചെയ്യാനാണ്, അവനെ അവിടെ വെച്ചിട്ട് പുറത്ത് വെച്ച് എല്ലാ ബലൂണും കൂടി എടുത്ത് അകത്ത് കൊണ്ടുപോയി എങ്ങനെയോ കൊണ്ടുവച്ച്. ഇതാണ് സർപ്രൈസ് എന്ന് പറഞ്ഞ്. അവൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയൊരു ഫോട്ടോ ആണ് കേട്ടോ ഞാൻ അവിടെ വെച്ചത്. അപ്പോൾ അത് ഒന്ന് ഫോട്ടോനെ ഒന്ന് റെഡിയാക്കി വെച്ച് ഇപ്പുറത്തേക്കൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കിയതാണ് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം ഗിഫ്റ്റൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒക്കെ അതിന് ശേഷം പിന്നെ ഈ ലൈറ്റ് വന്നിട്ടു. പക്ഷെ ലൈറ്റ് ഇട്ടിട്ട് നമ്മൾ ക്യാമറയിൽ നോക്കിയിട്ട് അതൊരു ഭംഗി തോന്നില്ല. അപ്പോൾ നമ്മൾ ഓഫാക്കി നോക്കി, ലൈറ്റ് ഓഫാക്കി നോക്കിയിട്ട് ഈ ചെറിയ ലൈറ്റ് മാത്രമായപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ച്. അതിൻ്റെ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ലേ. ഞങ്ങളുടെ രണ്ടാളുടെയും പുറകിൽ ഇങ്ങനെ നടക്കുകയായിരുന്നു. ഇങ്ങനെ കുറേ ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ആളെന്തായാലും ഫുൾ ഹാപ്പി ആയിരുന്നു ബലൂണൊക്കെ കണ്ടിട്ട്. ഇഹാൻ ബർത്ത്ഡേക്ക് ഒരുപാട് ദിവസമായിട്ട് കാത്തിരിക്കുകയാണ് കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് ബർത്ത്ഡേൻ്റെ ഒരു അറേഞ്ച്മെൻറ്റൊക്കെ എങ്ങനെയാണെന്നൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സർപ്രൈസ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഇതൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമ്മൾ എൻ്റെ ഗിഫ്റ്റ് ആദ്യമായിട്ട് ഇഹാന് കൊടുക്കുകയാണ് ബർത്ത്ഡേൻ്റെ. അപ്പോൾ അതൊന്ന് തുറന്നോളാൻ പറഞ്ഞ ഒറ്റയ്ക്ക്. നല്ല കൊടുത്തപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. ഗിഫ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ എന്താണെന്ന് അറിയില്ല, പക്ഷേ അവൻ നല്ല ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അതെടുത്ത് കുറച്ച് ഡാൻസൊക്കെ കളിച്ച് പിന്നെ തുറന്നോളം പറഞ്ഞ അവിടെ വെച്ചിട്ട്. 2 വയസ്സല്ലേ ആയുള്ളൂ. അപ്പോൾ അതിൻ്റെതായ എല്ലാ ഇതും ഉണ്ട്. അവന് ഗിഫ്റ്റ് എന്താണെന്ന് അറിയില്ല, പക്ഷേ ഒക്കെ ഒന്ന് അറിഞ്ഞോട്ടെ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ സർപ്രൈസായി കിട്ടുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഗിഫ്റ്റ് ഇതാ അവൻ്റെ ആനിമൽസിനെ കിട്ടിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അതിൽ. കാരണം അവന് ഈ ആനിമൽസിനെ ഒരുപാട് ഇഷ്ടമാണ്. ആനേനെയും പിന്നെ കടുവേനെയും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് നമ്മൾ എടുത്തത്. എപ്പോഴും ഉറങ്ങാൻ നേരത്ത് കഥ കേൾക്കണം എന്ന് പറയും. അത് ആനയുടെ കഥ കേൾക്കണം, അല്ലെങ്കിൽ സീബ്ര വേണം, കാട്ടുപോത്ത് വേണം, ലയൺ വേണം, ഇങ്ങനെയൊക്കെയാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് ആനിമൽസിന് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനത്തെ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അത് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് കിട്ടിയതിന് ശേഷം നല്ല സന്തോഷമായി. അത് വെച്ച് കളിക്കാൻ നിൽക്കുമ്പോൾ പിന്നെ വേറെ ഗിഫ്റ്റ് ഉണ്ട്, അത് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ചിട്ട് മറ്റേത് തുറക്കാൻ നോക്കുകയാണ്. അപ്പോഴാണ് അതൊരു മനസ്സിലായത്, ഇതിൻ്റെ അകത്ത് എന്തോ ഉണ്ട്, എന്തോ ഒരു സർപ്രൈസ് എന്താണെന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് അപ്പോഴാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ രണ്ടാമത്തതും പൊളിക്കാൻ തുടങ്ങി. കാരണം അതിൻ്റെ അകത്ത് എന്തോ ഒന്ന് ഉണ്ടാവും എന്നുള്ളത് അവന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ അടുത്ത ഗിഫ്റ്റും പൊളിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആവുന്നില്ല. അപ്പം എന്നോടും കൂടിയൊക്കെ പറഞ്ഞ് ഞാനും കുറച്ച് ഹെൽപ്പ് ചെയ്ത് അങ്ങനെ പെട്ടെന്ന് അത് പൊളിച്ചെടുത്ത്. എന്താ അതിനകത്തുള്ളത് എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് അവൻ്റെ മുഖത്തുണ്ട്, എന്താണ് അതിലുള്ളത് എന്നുള്ളതും അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അത് പൊളിച്ച് അതിൻ്റെ പെട്ടി കണ്ടിട്ടൊന്നും മനസ്സിലായില്ല എന്താണെന്നുള്ളത്. പിന്നെ അത് തുറന്നു നോക്കാൻ പറഞ്ഞപ്പോഴാണ് അത് തുറക്കണം, അതിൻ്റെ അകത്ത് വേറെ എന്തോ ഉണ്ട് എന്നുള്ളത് മനസ്സിലായി. അങ്ങനെ അത് തുറന്ന് നോക്കുകയാണ്.
അതിൻ്റെ അകത്ത് എന്താണെന്ന്. അപ്പോൾ തോക്കാണെന്ന് കണ്ടപ്പോൾ ആൾക്ക് നല്ല ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഒരുപാട് ആയി ഇങ്ങനെ പറയുന്നത് തോക്ക് എന്ന്. ഭയങ്കര ഇഷ്ടമാണ് തോക്ക്. കാരണം അതിന് ഏട്ടൻ്റെ മോൻ്റെ അടുത്ത് ഒരു കളർ ലൈറ്റൊക്കെ ഉള്ള തോക്ക് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം തോക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഓൺലൈനിൽ വാങ്ങിയതാണ് ഈ ഒരു തോക്ക് കേട്ടോ. നല്ല പാട്ടും പിന്നെ ലൈറ്റും പിന്നെ അതിൻ്റെ അകത്തൊരു ഒരുപാട് ടയർ പോലെ ഒരു ഇതുണ്ട്, അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളുടെ കയ്യിലൊരു വൈബ്രേഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ അത് നല്ലൊരു തോക്കാണ് കേട്ടോ, നല്ലൊരു ക്വാളിറ്റി ഉള്ള തോക്കാണ്. ഞാനത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. ലൈറ്റൊക്കെ വന്നപ്പോൾ പിന്നെ അതിലായിരുന്നു ഫുള്ള് കളി. പിന്നെ അടുത്ത ഗിഫ്റ്റ് ഉണ്ടോ അത് പൊളിക്കണോ എന്നുള്ള അതൊക്കെ മറന്നുപോയി. ഇതിലായി ഫുള്ള് കളി. കണ്ട അതെന്നെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക അതിൻ്റെ ലൈറ്റ് വെക്കാം. പിന്നെ ഞാനത് വാങ്ങി വെച്ച് അടുത്ത ഗിഫ്റ്റ് പൊളിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അങ്ങനെയാണ് അതൊക്കെ മാറ്റിയത്. നല്ല ഹാപ്പി ആയിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞത് ഇന്നമ്മ, എൻ്റെ ചേച്ചീനെ ഇന്നമ്മ എന്നാണ് വിളിക്കുക കേട്ടോ. അപ്പോൾ ഇന്നമ്മ കൊണ്ട് തന്ന ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അതിലെന്താണെന്നുള്ള ആകാംക്ഷയോടെ അത് പൊളിച്ച് നോക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഷൂ, ലൈറ്റ് കത്തുന്ന ഷൂ ആണ് ഇതിലുള്ളത്. അത് ഇതുവരെ വാങ്ങി കൊടുത്തിട്ടില്ല അങ്ങനത്തെ ഒരു ഷൂ. കാരണം ഷൂ അങ്ങനെ ഉപയോഗിക്കാറില്ല. സാധാ ചെരുപ്പ് പോലത്തെ ക്രോക്സ് മോഡൽ ചെരുപ്പാണ് കൊടുക്കുക. കാരണം അതാകുമ്പോൾ ഒരു ഫ്രീ ആയിരിക്കുമല്ലോ. ഷൂ ആകുമ്പോൾ എപ്പോഴും ഒരു ടൈറ്റ് ആണല്ലോ. അപ്പോൾ ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് ഒരു ഷൂ മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ലൈറ്റുള്ള ഷൂ ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് കാണാത്തതായതുകൊണ്ട് ഇതിൻ്റെ അടിയിൽ ലൈറ്റ് കത്തിയപ്പോൾ ഇത് എന്താണെന്നുള്ളത് മനസ്സിലായില്ല. അപ്പോൾ അത് കാര്യമായിട്ട് നോക്കി നിൽക്കുക, അത് എവിടെ നിന്നാണ് ഈ ലൈറ്റ് വരുന്നതെന്ന് മനസ്സിലായില്ല. അങ്ങനെ ഞാനത് ഉള്ളിൽ സ്വിച്ച് ഞെക്കി കാണിച്ചു കൊടുത്തപ്പോഴാണ് അങ്ങനെയാണെന്ന് മനസ്സിലായത്. പിന്നെ അത് ഇടണം എന്നായി. അങ്ങനെ അതൊക്കെ ഒന്ന് ഇട്ട് റെഡിയാക്കി കൊടുത്ത് അതിന് ശേഷം അതിട്ടിട്ടുള്ള നടത്തവും ഡാൻസും ആയി. ഇട്ടതിന് ശേഷം പിന്നെ ഷൂ അയച്ചു വെച്ചിട്ടില്ല. അപ്പോൾ ഞാൻ ഇഷ്ടമായോ എന്ന് ചോദിച്ചതാണ്. ഗിഫ്റ്റൊക്കെ ഇഷ്ടമായോ എന്ന് ചോദിച്ചപ്പോൾ ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് തലയാട്ടാണ് കേട്ടോ. പിന്നെ ഞാൻ എന്ത് ചെയ്തു, ചെറിയൊരു മധുരം കൊടുക്കാതെ വിചാരിച്ച്. എല്ലാം സർപ്രൈസ് ആണല്ലോ. അപ്പോൾ അതും ഒരു സർപ്രൈസായിട്ട് കൊടുക്കാതെ വിചാരിച്ചിട്ട് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പമാണ് ഞാൻ എടുത്തു വെച്ചത് കേട്ടോ. മധുരത്തിന് പകരം ഈ ഉണ്ണിയപ്പം, കടലമിഠായി, അങ്ങനത്തെ കേക്ക് അതൊക്കെയാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ കേക്ക് അങ്ങനെയൊന്നും കൊടുക്കാറില്ല. പിന്നെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഉണ്ണിയപ്പം കൊടുക്കാമെന്ന് വിചാരിച്ചത്. ഞാൻ ഉണ്ണിയപ്പമൊക്കെ വാങ്ങി വെച്ച് അത് ഒരു കഷ്ണം കൊടുത്തതിന് ശേഷം കണ്ട തോപ്പും ഷൂവും ഒക്കെ ഇട്ടിട്ട് നല്ല ഹാപ്പി ആയിട്ട് ഫുൾ ഡാൻസ് ആയിരുന്നു. നമ്മളാണെങ്കിൽ രാവിലെ എണീറ്റ് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ റെഡി ആവുമായിരുന്നു. അപ്പോഴാണ് എണീറ്റ് വന്നത്. അപ്പോൾ ഞാനതാണ് ആ ഡ്രസ്സിൽ. അപ്പോൾ ആൾ കണ്ട പിന്നെ ഫുള്ള് ഉണ്ണിയപ്പമൊക്കെ ഒറ്റയ്ക്ക് എടുത്ത് കഴിക്കുകയായി. പിന്നെ ഫുള്ള് ആക്റ്റീവായി, ഫുൾ കളിയും ഡാൻസും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇഹാൻ്റെ ബർത്ത്ഡേക്ക് കിട്ടിയ ഗിഫ്റ്റ് കേട്ടോ. നമ്മൾ കുട്ടികളെ ഹാപ്പി ആക്കാൻ വേണ്ടി ഒരുപാട് പൈസ കൊടുത്തൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ചെറിയ ചെറിയ സാധനം കൊടുത്താൽ തന്നെ അവർ നല്ല ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ കമൻറ്റ് ചെയ്യണം. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.